ഇനി നമുക്ക് ഫുഡ് ബോൺ ഡിസീസ് പഠിക്കാം. ബാക്ടീരിയൽ ഫുഡ് ബോൺ ഡിസീസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ 2 രീതിയിൽ വരും. നമുക്ക് പറയാം ഇൻടോക്സിക്കേഷനും ഇൻഫെക്ഷൻ. ഓക്കെ, 2 ടേമാണ് വരുന്നത്. ഇൻടോക്സിക്കേഷൻ, ഇൻഫെക്ഷൻ. ഇനി ഈ 2ൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ചിലവർ ഇൻടോക്സിക്കേഷനിലും വരും, ഇൻഫെക്ഷനിലും വരും. അത് നമുക്ക് പഠിക്കാം. ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് ടോക്സിൻ, അതായത് നമ്മൾ ഒരാളെ കൊല്ലാനായിട്ട് വിഷം വെച്ച് കൊടുത്താലുള്ള അവസ്ഥ എന്താണ്? വിഷം മാത്രമല്ല വരുന്നത്, അതുപോലെ തന്നെ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ് എന്ത് പറയുന്നത്? ഇൻടോക്സിക്കേഷൻ. അവിടെ ബാക്ടീരിയ വേണമെന്നില്ല, ടോക്സിൻ മാത്രം മതി. ഇൻടോക്സിക്കേഷൻ. ഇനി ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ ഇത്രത്തോളം വേണം, അതിൻ്റെ പ്രസൻസ് ഇത്ര കോളനി ഫോമിങ് യൂണിറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അത്രത്തോളം ഉണ്ടെങ്കിലാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതായത് ബാക്ടീരിയയുടെ പ്രസൻസ് അവിടെ വേണം. അതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? ഇൻഫെക്ഷൻ. അപ്പോൾ നമുക്ക് പറയാം ഈ ഫുഡ് ബോൺ ഡിസീസ് 2 രീതിയിൽ. ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് ആ ടോക്സിൻ കൊണ്ട്, ഓക്കെ, ഏതാണ് ആ ടോക്സിൻ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്? അവിടെ ബാക്ടീരിയ വേണമെന്നില്ല, ടോക്സിൻ. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ബാക്ടീരിയ വേണം. ബാക്ടീരിയൽ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ബാക്ടീരിയൽ ടോക്സിൻ ഫോംഡ് ഇൻ ദ ഫുഡ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് ആര്? ക്ലോസ്ട്രീഡിയം ബോട്ടിലിന. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പല ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, ഏത് ചോദിച്ചാലും ആൻസർ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം വരുന്നുണ്ട്. ഓക്കെ, സ്പോർ ഫോമിങ് ബാക്ടീരിയം ഏതാണ്? ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരും. നന്നായിട്ട് പഠിക്കുക. സ്റ്റെറിലൈസേഷനിൽ നമ്മൾ 12D കൺസെപ്റ്റ് ചെയ്തതിലാണ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ഇതെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ന്യൂറോടോക്സിൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ഗ്രാം പോസിറ്റീവ് റോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നമ്മുടെ ടോക്സിൻ 2 രീതിയിലാണ് ഉള്ളത്, എക്സോടോക്സിനും എൻഡോടോക്സിനും. എക്സോടോക്സിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. എക്സോടോക്സിൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ മെറ്റബോളൈറ്റാണ്. ഈ ടോക്സിൻ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയയുടെ മെറ്റബോളൈറ്റാണ്. ഇവിടെ കാണാമല്ലോ ഈ പിക്ചറിൽ ഇവർ പുറത്തേക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത്? എക്സോടോക്സിൻ റിലീസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദ സെൽ. അപ്പോൾ അതിന് എക്സോടോക്സിനൊരു എക്സാമ്പിൾ ആരാണ്? ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ഇനി അടുത്തതാണ് എൻഡോടോക്സിൻ. എൻഡോടോക്സിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബാക്ടീരിയയുടെ തന്നെ ഒരു ഭാഗമാണ്. കണ്ടോ? എന്താണ്? നമ്മുടെ ലിപ്പോപോളിസാക്കറൈഡ് നമ്മൾ പഠിച്ചില്ലേ, ലിപ്പിഡ് എ. ഓക്കെ, ലിപ്പോപോളിസാക്കറൈഡിലുള്ള ലിപ്പിഡ് എ ആണ് എന്ത്? ഈ എൻഡോടോക്സിൻ. അപ്പോൾ എൻഡോടോക്സിൻ ആർക്കാണ് ഉള്ളത്? ഗ്രാം പോസിറ്റീവിനാണോ ഗ്രാം നെഗറ്റീവിനാണോ? എൻഡോടോക്സിൻ ഓൺലി ഫോർ ഗ്രാം നെഗറ്റീവ്. അപ്പോൾ എൻഡോടോക്സിൻ ഓൺലി ഫോർ ഗ്രാം നെഗറ്റീവ്. പക്ഷേ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് എന്തും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാം? എക്സോടോക്സിനും പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, മാറിപ്പോകുന്നത് ആ കാര്യം. ഗ്രാം നെഗറ്റീവ് ആൾക്കാർ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? അവർക്ക് എൻഡോടോക്സിൻ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ എന്തും കൂടി പ്രൊഡ്യൂസ് ചെയ്യാം, എക്സോടോക്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, അതായത് എക്സോടോക്സിൻ എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആൾക്കാർ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബോത്ത് ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് പ്രൊഡ്യൂസ് എന്ത്? എക്സോടോക്സിൻ. 2 പേരും എക്സോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ കാര്യം നമ്മൾ പഠിക്കാം. ഓക്കെ, എൻഡോടോക്സിൻ എന്താ, എക്സോടോക്സിൻ എന്താ? ഇവിടെ എൻഡോടോക്സിൻ എക്സാമ്പിൾ ആരാണ് കൊടുത്തേക്കുന്നത്? സാൽമണല്ല, ടൈഫീമ്യൂരിയ. ഇനി നമ്മുടെ ഈ എക്സോടോക്സിൻ പഠിച്ചില്ലേ, ഇത് പല രീതിയിൽ നമുക്ക് പറയാം. ഇത് നമുക്ക് പറയാം ഗ്യാസ്ട്രിക് ആണ് അഫക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് നമുക്ക് പറയാം? എൻഡെറോടോക്സിൻ. സെൽസിനെയാണ്, ടിഷ്യൂനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് പറയാം? സൈറ്റോടോക്സിൻ. അല്ല, എവിടെയാണ് അതിൻ്റെ ആക്ഷൻ? അതുപോലെ തന്നെ ലിവറിനെ ആണെങ്കിലോ ഹെപ്പാറ്റോടോക്സിൻ. ഇനി നെർവ് സെൽസിനെ ആണെങ്കിലോ ന്യൂറോടോക്സിൻ. അതുപോലെ തന്നെ ജീൻസിനെ ആണെങ്കിലോ ജീനോടോക്സിൻ. ഇതൊക്കെ ആരെയെ നമ്മൾ വിളിക്കണേ? ഈ എക്സോടോക്സിൻ. അതിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണ് അതനുസരിച്ച് പലതരം പേരുകൾ. എൻഡെറോടോക്സിൻ, സൈറ്റോടോക്സിൻ, ഹെപ്പാറ്റോടോക്സിൻ, ന്യൂറോടോക്സിൻ, ജീനോടോക്സിൻ.
മനസ്സിലായല്ലോ ഈ കാര്യം. ഇപ്പോൾ എക്സോടോക്സിനും എൻഡോടോക്സിനും മാറിപ്പോകരുത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ പ്രൊഡ്യൂസിങ് എക്സോടോക്സിൻ, ഗ്രാം നെഗറ്റീവ് പ്രൊഡ്യൂസിങ് എൻഡോടോക്സിൻ. ഇനി ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് പ്രൊഡ്യൂസ് എന്ത് എക്സോടോക്സിൻ. ഇനി എക്സോടോക്സിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ അനുസരിച്ച് അതിനെ എൻഡ്രോടോക്സിൻ, സൈറ്റോടോക്സിൻ, ഹെപ്പാറ്റോടോക്സിൻ, ന്യൂറോടോക്സിൻ, ജീനോടോക്സിൻ എന്നിങ്ങനെ പല പേരിൽ അതറിയപ്പെടും. മനസ്സിലായല്ലോ? ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് നമ്മുടെ ഫുഡ് ബോൺ പാത്തോജൻസ് പഠിക്കാം. ക്ലോസ്ട്രീഡിയം പഠിച്ചല്ലോ. ഇനി ഇതൊരു സോയിൽ ബാക്ടീരിയയാണ് നമ്മുടെ ക്ലോസ്ട്രീഡിയം. സാപ്രോഫൈറ്റിക്കാണ്. നമ്മുടെ ഇതിൻ്റെ ടോക്സിൻ്റെ പേരാണ് ബോട്ടുലിൻ. ഈ ബോട്ടുലിൻ പല ടൈപ്പ് ഉണ്ട്. A-G ഉണ്ട്. ഇതിൽ ഏറ്റവും ടോക്സിക് ഏതാണ്? A ആണ് ടോക്സിക് ആയിട്ടുള്ളത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ആളാരാണ്? B ആണ് കോമൺ ആയിട്ടുള്ള ആൾ. ഇനി C എന്ന് പറയുന്നത് ഏതിലാണ്? നമ്മുടെ ക്യാറ്റിലൊക്കെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്, C. ഇനി D എന്ന് പറയുന്നത് എവിടെയാണ്? ഫോറേജ് പോയ്സണിങ്. ഇനി E നമുക്ക് ആർക്കാണ്? ഫിഷിന് ടോക്സിക്കാണ്. അതുപോലെ തന്നെ F നമുക്കും ടോക്സിക്കാണ്. ഓക്കെ, ഏറ്റവും ടോക്സിക് ആരാണ്? A. ഇനി നമുക്കിതിൻ്റെ എങ്ങനെയാണിത് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് നമ്മുടെ നെർവ് ഇമ്പൾസ് വരുന്ന പിക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? സോഡിയം അകത്ത് കയറി പൊട്ടാസ്യം പുറത്തോട്ട് പോയി, പിന്നെ കാൽസ്യം വരുന്നു. അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് പോളറൈസേഷൻ, ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യലിൽ. അതായത് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നടക്കുന്നത്? ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ റിയാക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് വരുന്നത്. സോഡിയം അകത്ത് കയറുന്നു, പൊട്ടാസ്യം പുറത്തോട്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷനൊക്കെ നടന്ന് ലാസ്റ്റ് കാൽസ്യം ചാനൽസ് ഓപ്പണായി കാൽസ്യം അകത്ത് കയറി അത് വന്ന് നമ്മുടെ അസറ്റൈൽ കോളൈൻ, ഈ ഗ്രീനിൽ കാണിച്ചേക്കുന്നത് അസറ്റൈൽ കോളൈൻ വെസിക്കിൾസ് ആണ്. അപ്പോൾ ഈ കാൽസ്യം വന്ന് ഇതിൽ ഫ്യൂസ് ചെയ്യണം. കാൽസ്യം വന്ന് ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും വേറെ കുറേ പ്രോട്ടീൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മുടെ അസറ്റൈൽ കോളൈൻ ഇരിക്കുന്നത്. ഇതിൽ വന്ന് നമ്മുടെ കാൽസ്യം ചാനലൊക്കെ ഓപ്പണായി കാൽസ്യം വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? അസറ്റൈൽ കോളിൻ ഈ വെസിക്കലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് റിലീസ് ആവുന്നത്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനിൻ്റെ പേരാണ് സിനാപ്റ്റോബ്രെവിൻ. ഓക്കെ, അപ്പോൾ ഈ ഹെൽപ്പ് ചെയ്യാൻ ഈ പ്രോട്ടീൻ വന്നാൽ മാത്രമേ ആര് റിലീസ് ആകുകയുള്ളൂ? നമ്മുടെ അസറ്റൈൽ കോളിൻ. അപ്പോൾ നമ്മുടെ ബോട്ടുലിൻ ടോക്സിൻ എന്തായിരിക്കും ചെയ്യുന്നത്? ബോട്ടുലിൻ ടോക്സിൻ ചെന്ന് ഇദ്ദേഹത്തിനെ ക്ലീവ് ചെയ്ത് കളയും. ബോട്ടുലിൻ ഓക്കെ, ഇതിനെ ചെന്ന് ക്ലീവ് ചെയ്ത് കളയും. അപ്പോൾ സിനാപ്റ്റോബ്രെവിൻ ഇല്ലെങ്കിൽ പിന്നെ അസറ്റൈൽ കോളിൻ റിലീസ് ഇല്ല. കണ്ടോ, ഈ പിക്ചറിൽ കാണാമല്ലോ നിങ്ങൾക്ക് അസറ്റൈൽ കോളിൻ ഇങ്ങോട്ട് റിലീസ് ചെയ്യുന്നു. പക്ഷേ ഇത് കണ്ടോ, ഈ റെഡ് കളറിൽ കുഞ്ഞായിട്ട് കാണിച്ചേക്കുന്ന ആരാണ്? നമ്മുടെ ബോട്ടുലിൻ ടോക്സിനാണ്. ബോട്ടുലിൻ ടോക്സിൻ. അപ്പോൾ നമ്മുടെ സിനാപ്റ്റോബ്രെവിനെ ക്ലീവ് ചെയ്ത് കളയുന്നതുകൊണ്ട് നമുക്ക് അസറ്റൈൽ കോളിൻ റിലീസ് ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണ് പലതരം പ്രശ്നങ്ങൾ വരുന്നത്. എന്ത് വരും? മസിൽ പാരലൈസിസ്. എന്ത് വരും? മസിൽ പാരലൈസിസ്. മനസ്സിലായല്ലോ? ഇതാണ് ബോട്ടുലിൻ ടോക്സിൻ്റെ ആക്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ബോട്ടുലിൻ ടോക്സിൻ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊരു ന്യൂറോ ടോക്സിനാണ്. നെർവ് ട്രാൻസ്മിഷനിലാണ് പ്രശ്നം. ഇനി പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡീപ്പായിട്ടാണെങ്കിൽ എന്താണ്? അസറ്റൈൽ കോളിൻ റിലീസിനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം അസറ്റൈൽ കോളിനെയാണ് ഇവർ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സിനാപ്റ്റോബ്രെവിനെയാണ് ഇവർ പോയി ക്ലീവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും സിമ്പിളായിട്ട് തുടങ്ങി അതിൻ്റെ ഡീപ്പായിട്ട് വേണം പഠിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ എ ടോക്സിൻ ഇനാക്ടിവേഷൻ ടൈം എത്രയാണ്? എ ടോക്സിൻ ഇനാക്ടിവേഷൻ ടൈം 80 ഡിഗ്രി സെൽഷ്യസ് ഫോർ 5 to 6 മിനിറ്റ് ആണ് കേട്ടോ. നമ്മുടെ എ ടോക്സിൻ ഇനാക്ടിവേഷൻ ആകാനുള്ള ടൈം 80 ഡിഗ്രി സെൽഷ്യസ് 5 to 6 മിനിറ്റ്.
ഇനി ബി ആണെങ്കിൽ എത്ര വരും? ബി ആണെങ്കിൽ കോമൺ ആയിട്ട് ആൾ ബി ആണ്. ബി ആണെങ്കിൽ 90 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ് വേണം അല്ലേ? ടെമ്പറേച്ചറും കൂടുതലാണ്, അതുപോലെ തന്നെ ടൈമും കൂടുതലാണ്. എന്ത്? ബി പ്രോട്ടീൻ ഇനാക്ടിവേറ്റ് ആകാനുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ഏതൊക്കെയുണ്ട്? എ ടു ജി ഉണ്ട്. എ ആണ് ടോക്സിക്, ബി ആണ് കോമൺ. എ ഇനാക്ടിവേറ്റ് ആകാനുള്ള ടെമ്പറേച്ചർ പഠിക്കുക, ബി പഠിക്കുക. ഏതിലാണ് വരുന്നത്? ഇൻടോക്സിക്കേഷൻ. ടോക്സിനാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയ അല്ല, അത് റിലീസ് ചെയ്യുന്ന ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ആ കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്.